ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇപ്പം iPhone 16 ലോഞ്ച് ചെയ്തു. അങ്ങനെ പുതിയ ഫീച്ചേഴ്സുകളൊക്കെ വന്നു. 16 വേണ്ടി ഒരുപാട് പേര് ക്യൂ നിന്ന് ഫോണുകൾ വാങ്ങുന്നു അല്ലേ. അപ്പം നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഫോണുകളുടെ, അതായത് സ്ലാബ് ഫോണുകളുടെ കാലം അവസാനിക്കാൻ പോവുകയാണെന്നുള്ളത്? നിങ്ങൾ കേട്ടത് ശരിയാണ്. സ്ലാബ് ഫോൺ അഥവാ നമ്മുടെ ഫോണിനെ റിപ്ലേസ് ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടെക് ലോകം. അപ്പം ഇനിയൊരു മൊത്തത്തിൽ നമുക്കത് എൻഡായില്ലെങ്കിൽ പോലും പാർഷ്യലി ഡെത്ത് ഫോണുകൾക്കൊക്കെ സംഭവിക്കും. അപ്പം നിങ്ങൾ ചോദിക്കൂല്ലേ, എന്ത് വെച്ചിട്ടാണ് അവരതിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്? മെറ്റ AI അവരുടെ പുതിയ AR ഗ്ലാസ്സുമായിട്ട് ഒക്ടോബറിൽ പുതിയൊരു ഇവൻറ്റ് ലോഞ്ച് ചെയ്തു. ഇതിന് മുന്നേ തന്നെ അവർ AR ഗ്ലാസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു 2022 വെർച്വൽ റിയാലിറ്റി ആയിട്ടുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ആയിട്ടുള്ള ഡിവൈസ് ഇറക്കുകയും AR ഗ്ലാസ് ഇറക്കുകയും ചെയ്ത സമയത്ത് അവർക്കതിന് വേണ്ട വിധത്തിലൊരു സ്വീകാര്യത കിട്ടിയില്ല. അപ്പോൾ റൈബാനുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടായിരുന്നു അത് ഇവർ ഇറക്കിയിരുന്നത്. അപ്പം അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഡിവൈസിനാണേലും AR ഗ്ലാസ്സിനാണേലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ AR ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ അതിൻ്റെ മെറ്റയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ കൂടെയായിരുന്നു അത് കൂടുതലും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, അതിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസ്പ്ലേ അല്ലെ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ആ ക്യാമറയിൽ കൂടെയായിരുന്നു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു വലിയൊരു മാറ്റം അതിലുണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ആ ഡിവൈസിനാണേലും പരിമിതികളുണ്ടായിരുന്നു. ഭയങ്കര വെയിറ്റും, പിന്നെ അത് നമുക്ക് സ്ഥിരം മൂവിയൊക്കെ കാണാൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് സ്ഥിരമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും, അത് നമ്മളെ അത്ര ഒരു എന്താ പറയുക, സാധാ ഒരു നമ്മൾ ഫോണോ അല്ലെ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ ഒരു ഓവറായിട്ടുള്ളൊരു താല്പര്യം നമുക്കതിനുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഫേസ്ബുക്ക് സുക്കംബർഗ് ഒരുപാട് എമൗണ്ട് മെറ്റ അതിനുവേണ്ടി ചിലവാക്കുകയും അങ്ങനെയാണ് ഇവർ പേര് മാറ്റി മെറ്റ എന്നുള്ളതാക്കുകയും പിന്നെ ഇവർ അതിനുവേണ്ടി ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും സുക്കംബർഗ് ആദ്യത്തെ ഒരു 5 പൊസിഷനിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഈ AR ഗ്ലാസും ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് വേണ്ടി ഫണ്ടിങ് ഇൻവെസ്റ്റ് ചെയ്ത് അത് പുള്ളിക്കാരൻ ഒരു 5ാമത്തെ പൊസിഷനിൽ നിന്ന് 20ലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും ഈ ടെക് ലോകമൊക്കെ പറഞ്ഞു ഇത് പുള്ളിക്കാരൻ ആവശ്യമില്ലാതെ ഫണ്ട് വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ ഒരു വേറെ തലത്തിലേക്ക് അത് പോയി. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ഒരു സ്വീകാര്യത അതിന് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് 2022 ChatGPTയുടെ വരവ്. ChatGPT വന്നതോടുകൂടി എല്ലാം ആകെ മാറി. അപ്പം ഫേസ്ബുക്കും അവരുടെ കളം മാറ്റി ചവിട്ടി. അവരും AI-യിലേക്ക് കളം മാറ്റി ചവിട്ടി. അപ്പം അങ്ങനെ അവർ മെറ്റയുടെ എല്ലാം അവർ AI-യിലേക്ക് ഒരു മെറ്റ കടന്നു വരികയും പിന്നീട് ഭയങ്കര ഒരു ഡെവലപ്മെൻ്റാണ് മെറ്റയ്ക്ക് വന്നത്. അപ്പോൾ അവർ ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്, പിന്നെ ഇതിലെല്ലാം ഇപ്പം AI-യുടെ സാന്നിധ്യം വന്നു. അതായത് മെറ്റയുടെ എല്ലാ ആപ്പിൽ ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് മുതൽ എല്ലാത്തിലും അവരുടെ ഒരു AI ടൂള് വന്നു. അപ്പം അവരാഗ്രഹിച്ചത് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പുകളിൽ തന്നെ AI എങ്ങനെ കൊണ്ടുവരാമെന്നാണ് അവർ ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിൽ തന്നെ അത് കൊണ്ടുവരുമ്പോൾ അത് ഒന്നുകൂടെ കൂടുതൽ യൂസറിലേക്ക് അത് ആകർഷിക്കുമല്ലോ. ഇപ്പം പുതിയൊരു ന്യൂസാണ് വന്നേക്കുന്നത്. മെറ്റ Quest 3 എന്ന് പറഞ്ഞ ഒരു സീരീസുമായിട്ട് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഒരു പുതിയ ഇതുമായിട്ട് അവർ വന്നു. 3യും 3S ആണ് വന്നേക്കുന്നത്. 3S എന്ന് പറഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് 128 256 GB ഒരു ഇതായിട്ടും, പിന്നെ Quest 3 എന്ന് പറയുന്നത്
പിന്നെ ഒരു 512 GB ഒരു അപ്ഗ്രേഡഡ് വെർഷനുമായിട്ടാണ് വന്നേക്കുന്നത്. അതുകൂടാതെ അവരുടെ AR ഗ്ലാസ്, അതായത് നമ്മുടെ റെയ്ബാനുമായിട്ട് കൊളാബ് ചെയ്തിട്ട് വീണ്ടും അവർ AR ഗ്ലാസും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇപ്പോൾ എത്തിച്ചു കേട്ടോ. അപ്പം AR ഗ്ലാസ്സിൽ പണ്ടത്തെ എല്ലാ ലിമിറ്റേഷൻസും അവർ പരിഹരിച്ചു. കാരണം അവർ ഇപ്പം ഒരു ഡിസ്പ്ലേ, പണ്ടത്തെ നമുക്ക് ഡിസ്പ്ലേ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ പറയല്ലോ, ഫോൺ വെച്ചിട്ടായിരുന്നു കൂടുതൽ കൺട്രോൾസ് ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പം അവർ അത് ക്യാമറ കൂടാതെ അതിനൊരു ഡിസ്പ്ലേ, അതിൻ്റെ സൈഡിലത്തെ ആ ഫ്രെയിമിൻ്റെ എലമെൻറ്റിൽ കൂടെ ഒരു ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ട് അത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റീനെ മാക്സിമം അവർ പുഷ് ചെയ്യുകയാണ് മെറ്റ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ പറയുന്നത്, മെറ്റ പറയുന്നത്, നിങ്ങൾ AI ബെസ്റ്റ് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ AR ഗ്ലാസും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉള്ള ആ ഡിവൈസും നമ്മൾ യൂസ് ചെയ്യണം. എന്നാലാണ് നമ്മൾ AIയിൽ അതിനെ മാക്സിമം സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നതൊക്കെയാണ് പിന്നെ സുക്കംബർഗ് പറയുന്നത്. അങ്ങനെ അവരുടെ പുതിയ ഡിവൈസ് അത് ലോഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ അത് താമസിയാതെ എല്ലാവരിലേക്കും എത്തും. നല്ല ഹോട്ട് കേക്ക് പോലെ വിറ്റ് പോവും. കാരണം നമ്മൾ മാക്സിമം അതിൻ്റെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഒരു AR ഗ്ലാസ്സിൽ കൂടെ നമുക്ക് മൂവി കാണാനും മൂവിയുടെ ഇത്, പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ AI എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളത് ഇട്ടുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് പല രീതിയിൽ ഐ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാം. ഹാൻഡ് ഗസ്റ്റേഴ്സിലും കൂടെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ റിസ്റ്റ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് AR ഗ്ലാസ്സൊക്കെ ഇപ്പം നമ്മളത് വെച്ചുകൊണ്ട് പോകുമ്പം നമ്മൾ ഈ ഗെയിമിങ്ങോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു ബോറായിട്ട് തോന്നും. നമ്മൾ ഈ AR ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ഈ ചെയ്ത് കൂട്ടുന്ന കൈ കൊണ്ട് ആക്ഷൻസൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി റിസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്ന നല്ലൊരു ഇതും കൂടെ AR ഗ്ലാസ്സിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റിസ്റ്റ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പം നമുക്കതൊരു വേറെ രീതിയിൽ, അപ്പോൾ ആൾക്കാർക്ക് വേറെ, നമ്മളത് വെച്ചുകൊണ്ട് പോകുമ്പോൾ വേറെ ഒന്നും തോന്നൂല. അത് മാത്രമല്ല, നമ്മളത് വെച്ച് കഴിയുമ്പോൾ നമുക്കത് അവർ ഇതുകൂടാതെ മൈക്രോസോഫ്റ്റുമായിട്ട് ക്ലബ് ചെയ്തിട്ട് വിൻഡോസിനെയും ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ വിൻഡോസിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് രീതിയിൽ AR ഗ്ലാസ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ രീതിയിൽ മൈക്രോസോഫ്റ്റുമായിട്ടും അവർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതും വലിയൊരു റെവല്യൂഷനായിട്ട് മാറുകയാണ് ഈ രംഗത്ത്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി എന്നുള്ള ഒരു സംഭവം അവരുടെ ഈ പുതിയ Quest 3 എന്ന് പറയുന്ന ഡിവൈസ് വന്നതോടുകൂടി നല്ലൊരു മാറ്റം ഉണ്ടാവുകയാണ് ടെക് വേൾഡിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും 20ാം സ്ഥാനത്ത് കിടക്കുന്ന സുക്കംബർഗ് ഇപ്പം 5ാം സ്ഥാനത്തിലേക്ക് തിരിച്ചെത്തിയേക്കുകയാണ്. ആദ്യം പണ്ട് സ്ഥിരമായിട്ട് പുള്ളിക്കാരൻ 5ൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ARൻ്റെ ഫണ്ടിങ്ങും AR ഗ്ലാസും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഫണ്ടിങ്ങും കാരണം അത് 20ലേക്ക് എത്തിയത്. തിരിച്ച് പുള്ളിക്കാരൻ 5ാമത്തെ പൊസിഷനിലേക്ക് ഇപ്പോൾ 8 മാസമായിട്ടുള്ളൂ അല്ലേ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ 5ാം സ്ഥാനത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഏതാണ്ട് 6 ലക്ഷം ബില്യണോളം ഉള്ള ഒരു ഇതാണ് പുള്ളിക്കാരൻ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കാരണം ഡിജിറ്റൽ വേൾഡിൽ വാല്യൂ റിയലൈസ് ചെയ്യുക എന്ന് പറയുന്ന പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വേറെ ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ സുക്കംബർഗ് എത്തിയേക്കുന്നത്. അപ്പം അത് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് വെച്ചാൽ, അതായത് നമുക്ക് ഈ AR ഗ്ലാസിൻ്റെ മാക്സിമം ഇതിലേക്ക് അത് കുറച്ച് എന്താ പറയുക അവർ മാക്സിമം അവർ സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ കുറവ് വെയിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സുക്കംബർഗ് പറയുന്നത് തന്നെ അത് മാക്സിമം എല്ലാവർക്കും അത് വിയർ ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയും ഉള്ള രീതിയിലും അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വരുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ കാലഘട്ടം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇപ്പം ഐഫോൺ ആണെങ്കിലും നമ്മൾ പറയുന്നുണ്ട് നമുക്ക് വിചാരിച്ച അത്ര ഫീച്ചേഴ്സ് പുതിയതായിട്ട് iPhone 16 വന്നിട്ടില്ല എന്നുള്ളത്. കാരണം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും വലിയ മാറ്റങ്ങൾ വരാത്ത ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഫോണിനെ താമസിയാതെ AR ഗ്ലാസും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഭയങ്കര ഹൈ ആണ്. എല്ലാവരും ഫുള്ളി ഡെത്ത് അല്ല പറയുന്നത്, ഒരു പാർഷ്യൽ ഡെത്ത് എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു രീതിയിലാണ് അതിനെ
മുന്നോട്ട് കൊണ്ടുപോകാനിരിക്കുന്നത്. അപ്പം ഇത് തീർച്ചയായും ടെക് ലോകത്തിലെ വേറൊരു അടുത്തൊരു വണ്ടേഴ്സ് സൃഷ്ടിക്കാനുള്ള ഒരു ചാൻസാണ്. അപ്പം എല്ലാവരും പുതിയ AR ഗ്ലാസും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതോടുകൂടി അവർ ജസ്റ്റ് ഒക്ടോബറിൽ ഈവൻ്റ് ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. അത് ഇനി നമ്മൾ ഏത് തലത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയാണ്. അപ്പം മെറ്റ ഇപ്പം വേറെ ഒരു ലെവലിലേക്ക് എത്തി. അപ്പം നിങ്ങളുടെ ഒരു സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ സ്ലാബ് ഫോൺ ടോട്ടലി ഡെത്താവോ അതോ പാർഷ്യൽ ഡെത്താണോ അതോ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ആയിട്ട് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ AR ഗ്ലാസ്സിലേക്കൊക്കെ ഫുള്ളി മാറുമോ എന്നുള്ള കമൻറ്റ് ചെയ്യുക.